ആനയുണ്ട്. അതെ, തൊട്ടടുത്താണ് ആനയുള്ളത്. കൂടെ ഉണ്ടായിരുന്ന സ്ഥലം നിന്ന് ഡ്രൈവർ ഓടി വീണു. നമ്മുടെ ഈ കൂടൽ മൂവി എന്ന് പറയുന്നത് ആർട്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മൂവിയാണ്. അതുപോലെ തന്നെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് നമ്മുടെ കൂടെ ഇപ്പം നിൽക്കുന്നത്. എന്താ പേര്? അസീസ് കരുവാറുണ്ടെന്നാണ്. ഓക്കെ, കുറെ അധികം ഫിലിംസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് അല്ലേ? ഏതൊക്കെ സിനിമയിലാണ്? എൻ്റെ ഫസ്റ്റ് മൂവി ഇൻഡിപെൻഡന്റ് മൂവി എന്ന് പറയുന്നത് ഖാലി പേഴ്സ്. പിന്നെ തൊട്ടടുത്ത് റിലീസായത് ഖൽബ്, ചീന ട്രോഫിക്ക് റിലീസായത്. ഇതിൻ്റെ 10ാമത്തെ മൂവിയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അസിസ്റ്റ് ചെയ്തിട്ടൊരു 35ഓളം ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. പാവാട, അമർ അക്ബർ അന്തോണി, അങ്ങനെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ്, കിങ് ആൻഡ് കമ്മീഷണർ, അങ്ങനെ അതിൽ നിന്നൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് ആണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു മൂവിയിൽ എന്താണ് ആൾക്കാർക്ക് കൊടുക്കാനുള്ളത്? ഇത് എന്തായാലും ഈ സിനിമ എല്ലാവരും കാണുക. ഭയങ്കര രസകരമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ക്യാമ്പിന് പോകുന്ന കുറച്ച് സിറ്റുവേഷൻസാണ് ഇതിനകത്തുള്ളത്. എന്തായാലും എല്ലാവർക്കും നല്ല രസകരമായിട്ട് കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നല്ല സോങ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ഒരുപാട് സൗഹൃദങ്ങൾ, ക്യാമ്പിനെ പറ്റി കഥ പറയുന്ന ഒരു മൂവി തന്നെയാണിത്. നിങ്ങളുടെ ഒരു മേഖലയിൽ എന്തൊക്കെ എന്താ പറയുക ലിമിറ്റേഷൻസ് ആണ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്യാരക്ടറിനനുസരിച്ചിട്ട് എനിക്ക് അവിടെ ക്യാമ്പിലെ കുറച്ച് സിറ്റുവേഷൻസ് കാര്യങ്ങൾ ഒരുക്കാനുണ്ടായിരുന്നു. അതെന്തായാലും പ്രേക്ഷകർ നേരിൽ കാണുക. അതിൻ്റെ അതെ നമ്മുടെ അട്ടപ്പാടിയുടെ മനോഹരമായിട്ടുള്ള കുറേ പ്രകൃതി ഭംഗിയും അതിനോടൊപ്പം പ്രകൃതി കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എനിക്ക് ആർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഫോറസ്റ്റും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഓൾറെഡി നല്ല രസമുള്ള ലൊക്കേഷൻസ് തന്നെയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ കുറേ അധികം ചലഞ്ചസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തപ്പോൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു ദിവസം ഈവനിങ് നമ്മൾ ഷൂട്ട് നിൽക്കുമ്പോൾ രാത്രി നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഫ്ലോർ എല്ലാം വെറ്റാണോ ഡ്രൈ ആണോ നമ്മൾ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല്ലേ എന്ന് അറിയാനായിട്ട് ക്രൂവിനെ എല്ലാം റൂമിൽ നിർത്തിക്കൊണ്ട് പിന്നെ ഞാനും ലൊക്കേഷൻ മാനേജറും നമ്മളുടെ ഡ്രൈവറും ഫോറസ്റ്റ് ഗാർഡും കൂടെ ഒരിക്കൽ ലൊക്കേഷനിലേക്ക് വരികയുണ്ടായി. അങ്ങനെ ഇവിടെ നമുക്ക് സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ക്രൂവിനെ വിളിച്ച് ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ പ്ലാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. പക്ഷെ വരുന്ന സമയത്ത് നമ്മളെ കൊണ്ടുവന്ന് ഫോറസ്റ്റ് വാച്ചർ തൊട്ടപ്പുറത്തേക്ക് അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ നമ്മൾ ഡേ ലൈറ്റ് വരുന്നുണ്ടോ, നമുക്ക് ഷൂട്ട് ചെയ്യാൻ ലൈറ്റ് കിട്ടുമോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കൂടെ ഇരുന്ന ലൊക്കേഷൻ മാനേജർ പെട്ടെന്ന് ആന എന്നും പറഞ്ഞ് പുള്ളി അങ്ങോട്ട് ഞെട്ടിപ്പോയി. ആന നമ്മൾ ഏകദേശം ഒരു 20 അടിയോളം പുറകിലായിട്ട് ആനയുണ്ട്. പിന്നെ അതെ, തൊട്ടടുത്താണ് ആനയുള്ളത്. പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ ഈ ചെറിയ ചുള്ളിക്കമ്പോൾ പൊട്ടുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ കുരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിന്റെ മുൻപ് ഷൂട്ട് ചെയ്ത് 2-3 ദിവസങ്ങളിൽ നമ്മൾ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്തു. ആന വരുന്നതിന്റെ ഒരു സൂചനയും നമുക്ക് കിട്ടിയില്ല. ഗാർഡ് ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെ. ഗാർഡ് പിന്നെ ഫെൻസിങ് കറണ്ട് ഓഫ് ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയ സമയമാണ്. ഞങ്ങൾ 3 പേരും സംസാരിച്ചുകൊണ്ടൊക്കെ പെട്ടെന്ന് നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ ആനയെ കാണുകയും അയാൾ അങ്ങോട്ട് എടുത്ത് ചാടി. അയാൾ എടുത്ത് ചാടിയെന്ന് മാത്രമല്ല എൻ്റെ അതെ, അയാൾ പേടിച്ചിട്ട് ആനയെ കണ്ടോടുകൂടെ എന്ത് ചെയ്യണം എന്നറിയാതെ, എങ്ങോട്ട് ഓടണം എന്നറിയുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയാതെ അയാൾ എടുത്ത് ചാടി. കൂടെ ഉണ്ടായിരുന്ന സ്ഥലം നിന്ന് ഡ്രൈവർ ഓടി വീണു. പക്ഷെ ഞാൻ വേറെ വഴിക്കാണ് ഓടുന്നത്. 3 പേരും 3 വഴിക്ക് ഞെട്ടലിൽ നമ്മൾ എങ്ങോട്ട് ഓടണം, എന്ത് ചെയ്യണം എന്നറിയാതെയാണ് ഓടുന്നത്. അപ്പോഴേക്കും നമ്മളെ ഒച്ച കേട്ട് ഫോറസ്റ്റ് വാച്ചർ നമ്മളെ കൂടെയുള്ള ആളെത്തുകയും ഞങ്ങൾ ഒരു പാർക്കിന്റെ ഏരിയയിലേക്ക് മാറിക്കുകയും പിന്നെ പുള്ളി പടക്കം പൊട്ടിച്ച ആളുകളൊക്കെ വിളിച്ച് ആനയെ ഓടിച്ചതിന് ശേഷമാണ് ആനയെ കണ്ട് പേടിച്ചിട്ട് ഞങ്ങളാണ് ശരിക്കും ഓടിയത്. ആനയെ ആള് വന്നതിന് ശേഷം ഓടിച്ചു കിട്ടും. അതാണ് നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി. അതെ, നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ടാണ് പ്രശ്നമായത്. മിക്ക ദിവസങ്ങളിലും അവർ വന്ന് ആനയൊക്കെ ഓടിച്ചതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴാണ് ഷൂട്ടിംഗ് ഇവിടെ കഴിയാറ്? നമ്മൾ ഏകദേശം ഒരു 5:30 മണിയോ 5:05 നമ്മൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ പാക്കപ്പ് ചെയ്ത എല്ലാ ദിവസങ്ങളിലും ഇല്ല രാവിലെ ഇവിടെ അതെ പുലർച്ചെയാണ് ആന വരുന്നത്. ഇവര് മിക്ക ദിവസങ്ങളിലും പിന്നെ ആനയെ ഓടിച്ചതിന് ശേഷമാണ് ഇവിടെ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് തന്നെ. അത്ര ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. നിങ്ങളുടെ സ്റ്റേയിങ് ഒക്കെ എവിടെയാണ്? നമ്മൾ സ്റ്റേ പിന്നെ മലയാറ്റൂർ പള്ളിക്ക് സമീപത്തും ടൗണുകളിലെ ഹോട്ടലുകളിലൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നത്. ആന എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പേടിയുള്ളത് അല്ലേ? നമുക്ക് പേടിയുള്ള ആനയാണ്. അപ്പോൾ അതെന്തായാലും പ്രേക്ഷകർ നേരിൽ കാണുക, സിനിമ എല്ലാവരും കാണുക. ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം എന്തായാലും ഈ സിനിമയിൽ നിന്ന് കിട്ടും. വളരെ നല്ല രസകരമായിട്ടുള്ള സോങ്ങുകൾ ഇതിനകത്തുണ്ട്. സോങ്സിന്റെ കാര്യം പറയുമ്പോൾ 5 പാട്ടാണ്. അതിൽ എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻസ് കൊടുത്തിട്ടുള്ളത്? അത് നമ്മൾ സിറ്റുവേഷൻ സോങ്ങുകൾ നടക്കുന്നുണ്ട്. അത് എന്തായാലും പ്രേക്ഷകർ കാണട്ടെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതെ, ഇത് നിങ്ങൾ കാണുക, നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പിന്നെ അറിയിക്കുക.
എല്ലാവരും തിയേറ്ററിലൊക്കെ തന്നെ പോയിട്ട് മൂവി കാണുക. ഓക്കെ, താങ്ക് യു. ഓക്കെ.